നെക്സ്റ്റ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ഫ്രണ്ട്. വേവ് ഫ്രണ്ട് എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്കൊന്ന് നോക്കാം. ഇത് ലൈറ്റിൻ്റെ ഒരു സോഴ്സ് ആണെന്ന് വിചാരിക്കാം. ഇത് ഓൺ ആയിക്കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഒരു വേവ് ഫ്രണ്ട് ഫോം ചെയ്യും. ഇത് എങ്ങനെ അല്ലേ? വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് ഹാവിങ് സെയിം ഫേസ് സെയിം എനർജി, അങ്ങനെ ആ രീതിയിൽ എടുത്താൽ മതി. ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ഫോം ചെയ്യും. സ്പെറിക്കൽ അല്ലെങ്കിൽ സർക്കുലാർ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോ, സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ഫോം ചെയ്യും. അടുത്ത സെക്കൻഡിൽ ഇത് അടുത്ത നെക്സ്റ്റ് വേവ് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്, അത് കഴിഞ്ഞ് അതിൻ്റെ പുറകിലുള്ള വേവ് ഫ്രണ്ട്, അങ്ങനെ ഫോം ചെയ്യും സർക്കുലാർ അല്ലെങ്കിൽ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിങ്ങനെ പോകും തോറും നിങ്ങൾക്കറിയാം, ഇത് പോകും തോറും ഈ ആർക്ക് ഒരു ലൈൻ പോലെ, ഒരു വെർട്ടിക്കൽ ലൈൻ പോലെ തോന്നൂല്ലേ അല്ലേ? ഇതൊരു ഏതാനും മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്കുലർ ആർക്ക് ലുക്ക് ലൈക്ക് എ വെർട്ടിക്കൽ ലൈൻ. കറക്റ്റ് വെർട്ടിക്കൽ ലൈൻ അല്ല, പക്ഷേ ഏകദേശം ഒരു വെർട്ടിക്കൽ ലൈൻ പോലെ തോന്നും. ശരിയല്ലേ? ഇപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുള്ളൂ. തുടക്കത്തിൽ നല്ലൊരു ആർക്കായിരിക്കും അല്ലേ? തുടക്കത്തിൽ നല്ല ബെൻഡിങ് ഉണ്ടാവും. പക്ഷെ കുറേ കഴിയുമ്പോൾ എന്താണ്, നമ്മളിങ്ങനെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ അല്ലേ, ഈ പോർഷൻ ഏകദേശം ഒരു വെർട്ടിക്കൽ പോലെ തോന്നണില്ലേ കണ്ടിട്ട്? അതാണ് കാണിച്ചിരിക്കുന്നത്. കുറച്ച് മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ദ സർക്കുലർ അല്ലെങ്കിൽ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ലുക്ക് ലൈക്ക് എ പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇതിങ്ങനെ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് പോലെ വരും. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോയിൻറ്റിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഈച്ച് പോയിൻ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ദ നെക്സ്റ്റ് വേവ് ഫ്രണ്ട്. ഇതിനകത്ത് ലൈറ്റിൻ്റെ ഒരു ചെറിയ ചെറിയ സോഴ്സുകൾ ഇരിപ്പുണ്ട്. ഇതിനകത്ത് സോഴ്സ് പോലെ ആക്ട് ചെയ്യുകയാണ് ഇതിനകത്തുള്ള ഓരോ പോയിൻറ്റും. ആ ഓരോ പോയിൻറ്റും നെക്സ്റ്റ് വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതെങ്ങനെ? ക്ലിയർ ആയല്ലോ? നമ്മൾ ഓൾറെഡി ഹൈഗൻസ് പ്രിൻസിപ്പിൾ പഠിച്ചതാണ്, രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല. എഗൈൻ ഇത് കഴിഞ്ഞാൽ അടുത്ത. അപ്പോൾ കുറച്ച് സോഴ്സിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് അകലെയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന വേവ് ഫ്രണ്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്, ഒരു ലൈൻ പോലെ തോന്നാം. സോ ദിസ് ഈസ് സെഡ് ടു ബി പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഓക്കെ.